ലോക ഭൂപടത്തിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലാത്ത എന്നാൽ 4 കോടിയിലധികം ജനസംഖ്യയുള്ള ഒരു ജനതയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വംശീയമായ ഒന്നായിരുന്നിട്ടും ഒരേ ഭാഷയും സംസ്കാരവും പങ്കുവെച്ചിട്ടും ഒരു സ്വന്തം രാജ്യം എന്ന സ്വപ്നത്തിന് വേണ്ടി നൂറ്റാണ്ടുകളായി ചോര ചിന്തുന്നവരാണവർ. അവരാണ് കുർദുകൾ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നിർണായകമായ ശക്തികളിൽ ഒന്നായിട്ടും രാജ്യമില്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ ജനത എന്ന ലേബലിലാണ് അവർ കഴിയുന്നത്. ഈ ജനത ആരാണ് എന്നും എങ്ങനെയാണ് അവർ ഈ അവസ്ഥയിൽ എത്തിയെന്നും എന്താണ് അവരുടെ പോരാട്ടമെന്നും വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതറിയാൻ വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ആരാണ് യഥാർത്ഥത്തിൽ കുർദുകൾ എന്ന ചോദ്യത്തിൽ നിന്നാണ് ഇവരുടെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത്. മെസപ്പട്ടോമിയൻ സമതലങ്ങളിലും ഇന്നത്തെ തെക്ക് കിഴക്കൻ തുർക്കി, വടക്ക് കിഴക്കൻ സിറിയ, വടക്കൻ ഇറാഖ്, വടക്ക് പടിഞ്ഞാറൻ ഇറാൻ എന്നിവ ഉൾപ്പെടുന്ന മലനിരകളിലും പരമ്പരാഗതമായി താമസിച്ചിരുന്ന ഒരു ഇന്തോ യൂറോപ്യൻ വംശീയ വിഭാഗമാണ് ഈ കുർദുകൾ. ഭൂരിഭാഗം പേരും സുന്നി മുസ്ലിമുകളാണ് എങ്കിലും തനതായ ഭാഷയും സംസ്കാരവും വസ്ത്രധാരണ രീതിയും ഇവർ നിലനിർത്തുന്നുണ്ട്. ചരിത്ര പ്രസിദ്ധനായ യുദ്ധവീരൻ സുൽത്താൻ സ്വലാഹുസീൻ അയ്യൂബി കുർദ് വംശജനായിരുന്നു എന്നത് ഇവരുടെ ചരിത്രപരമായ പാരമ്പര്യത്തിന്റെ തെളിവാണ്. കുർദിസ്ഥാൻ എന്നാണ് തങ്ങൾ ജീവിക്കുന്ന ഈ മലയോര മേഖലയെ അവർ വിളിക്കുന്നത്. എന്നാൽ ഈ കുർദിസ്ഥാൻ ഒരു ഔദ്യോഗിക രാജ്യമല്ല, കേവലം ഒരു ഭൂമിശാസ്ത്രപരമായ പ്രദേശം മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യമില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള അതിർത്തി നിർണയങ്ങളാണ് പല ജനതകളെയും ദുരിതത്തിലാക്കിയത് എങ്കിൽ കുർദുകളുടെ കാര്യത്തിൽ ഈ ചതി നടന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം 1920 ഒപ്പുവെച്ച സെവ്രസ് കരാർ അനുസരിച്ച് കുർദുകൾക്കായിട്ട് ഒരു സ്വതന്ത്ര രാജ്യം നിർമ്മിക്കാൻ പാശ്ചാത്യ ശക്തികൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ 3 വർഷത്തിന് ശേഷം മുസ്തഫ കമാൽ അത്താതുർക്കിന്റെ നേതൃത്വത്തിൽ തുർക്കി ശക്തമായ ഒരു നിലപാടെടുത്തതോടെ ചിത്രം മാറി മറിഞ്ഞു. 1923 ഒപ്പുവെച്ച ലൊസാർ കരാർ പ്രകാരം കുർദിസ്ഥാൻ എന്ന ആശയം പാടെ ഉപേക്ഷിക്കപ്പെട്ടു. കുർദുകൾ അധിവസിച്ചിരുന്ന പ്രദേശം തുർക്കി, ഇറാഖ്, സിറിയ, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുകയാണ്. സ്വന്തമായ ഒരു രാജ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ ജനത പെട്ടെന്ന് ഒരു ദിവസം 4 വ്യത്യസ്ത രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ മാത്രമായിട്ട് മാറുന്നതാണ് പിന്നീട് കണ്ടത്. ഈ വിഭജനം കുർദുകളുടെ ജീവിതത്തെ നരക തുല്യമാക്കി മാറ്റുന്നുണ്ട്. വിഭജിക്കപ്പെട്ട ഓരോ രാജ്യങ്ങളിലും അവർ നേരിട്ടത് കടുത്ത വിവേചനവും അടിച്ചമർത്തലും തന്നെയായിരുന്നു. തുർക്കിയിൽ അവരുടെ ഭാഷയും വസ്ത്രധാരണവും പരസ്യമായി നിരോധിക്കപ്പെട്ടു. അവർ കുർദുകൾ എന്ന് വിളിക്കുന്നതിന് പകരം പർവ്വത തുർക്കികൾ എന്നാണ് തുർക്കി അധികൃതർ വിശേഷിപ്പിക്കുന്നത് വരെ. തങ്ങളുടെ സ്വത്വം നിലനിർത്താൻ കുർദുകൾ ആയുധമെടുത്തതോടെ പ്രശ്നം കൂടുതൽ വഷളായി തുടങ്ങി. കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി അല്ലെങ്കിൽ PKK എന്ന സംഘടന തുർക്കിക്കെതിരെ സായുധ പോരാട്ടം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഇന്നും തുർക്കി കുർദുകളെ തങ്ങളുടെ ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണിയായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇറാഖിലെ കുർദുകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഭീകരവും രക്തരൂക്ഷിതവുമായിരുന്നു. സദ്ദാം ഹുസൈന്റെ ഭരണകാലത്ത് കുർദുകൾ വംശഹത്യക്ക് ഇരയാവുന്നുണ്ട്. അൻഫാൽ ക്യാമ്പയിൻ എന്ന പേരിൽ ഇറാഖ് സൈന്യം കുർദ് ഗ്രാമങ്ങൾ ഒന്നടങ്കം ഇല്ലാതാക്കി. ഇതിന്റെ ഏറ്റവും ക്രൂരമായ മുഖമായിരുന്നു 88 ഹലബ്ജ കൂട്ടക്കൊല. കുർദ് വംശജർ താമസിച്ചിരുന്ന ഹലബ്ജ നഗരത്തിൽ സദ്ദാം ഹുസൈന്റെ സൈന്യം രാസായുധം പ്രയോഗിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ 5000-ലധികം കുർദുകളാണ് ശ്വാസം മുട്ടി മരിച്ചു വീണത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമായിരുന്നു എന്നതാണ് അതിന്റെ ഭീകരത നമ്മളോട് പറയുന്നത്. സ്വന്തം ഭരണാധികാരികളിൽ നിന്ന് തന്നെ ഇത്തരം ക്രൂരതകൾ നേരിടേണ്ടി വന്ന ചരിത്രമാണ് കുർദുകളുടേത്. ഈ കടുത്ത പീഡനങ്ങളുടെ ഫലമായിട്ടാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുർദു പലായനങ്ങൾ ഉണ്ടാകുന്നത്. ജീവൻ രക്ഷിക്കാനായി ലക്ഷക്കണക്കിന് കുർദുകൾ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് ഇറാനിലേക്കും തുർക്കിയിലേക്കും പർവ്വത നിരകളിലൂടെ കാൽനടയായി ഓടിപ്പോയിട്ടുണ്ട്. കഠിനമായ തണുപ്പിലും പട്ടിണിയിലും ആയിരക്കണക്കിന് ആളുകൾ വഴിയിൽ വെച്ച് മരിച്ചു. പിന്നീട് 2011 സിറിയൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചപ്പോഴും 2014 ISIS ഭീകരർ ഈ മേഖലയെ പിടിമുറുക്കിയപ്പോഴും കുർദുകൾ വീണ്ടും കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ടതായി വന്നു. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു വലിയ കുർദ് അഭയാർത്ഥി സമൂഹം ജീവിക്കുന്നുണ്ട്. എന്നാൽ ചരിത്രത്തിന്റെ മറ്റൊരു വഴിത്തിരിവായി മാറിയത് ISISനെതിരെയുള്ള പോരാട്ടമായിരുന്നു. സിറിയയിലും ഇറാഖിലും ISIS ഭീകരർ താണ്ഡവമാടിയപ്പോൾ അവരെ നിലത്തുനിന്ന് നേരിട്ട് തോൽപ്പിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് ഈ കുർദു പോരാളികളാണ്. പെഷ്മർഗ എന്നറിയപ്പെടുന്ന ഇറാഖി കുർദ് സൈന്യവും സിറിയയിലെ കുർദ് വനിതാ പോരാളികളും ഉൾപ്പെടുന്ന YPJ സഖ്യവും ISനെതിരെ ധീരമായി പോരാടി. അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന സഖ്യകക്ഷിയായിരുന്നു ഇവർ. ഈ പോരാട്ടങ്ങളിലൂടെ സിറിയയിലെ റോജാവോ എന്ന പ്രദേശത്തും ഇറാഖിന്റെ വടക്കൻ മേഖലയിലും ഒരു പരിധിവരെ സ്വയംഭരണാവകാശം നേടിയെടുക്കാൻ കുർദുകൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ISന്റെ ഭീഷണി ഒഴിഞ്ഞതോടെ ലോകശക്തികൾ വീണ്ടും കുർദുകളെ കൈവിട്ടു. തങ്ങളുടെ താല്പര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അമേരിക്ക അവരെ വീണ്ടും തുർക്കിയുടെ മറ്റ് പ്രാദേശിക ശക്തികളുടെയും ആക്രമണങ്ങൾക്ക് വിട്ടുകൊടുത്ത്
പിന്മാറുന്നതാണ് നമ്മൾ കണ്ടത്. പർവ്വതങ്ങളില്ലാതെ കുർദുകൾക്ക് മറ്റു സുഹൃത്തുക്കളൊന്നുമില്ല എന്നൊരു പഴഞ്ചൊല്ല് മിഡിൽ ഈസ്റ്റിൽ നിലവിലുണ്ട്. ചരിത്രത്തിൽ ഓരോ തവണയും ലോകരാജ്യങ്ങളെ വിശ്വസിച്ചപ്പോഴൊക്കെയും ചതിക്കപ്പെട്ട കുർദുകളുടെ അവസ്ഥയെ ഈ ഒരൊറ്റ വാചകം കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അവർക്ക് മറ്റു വീടോ രാജ്യമോ ഇല്ല, അവർ മലനിരകളിൽ ജീവിക്കുന്നു എന്ന് മാത്രം. കുർദുകളുടെ ഈ പ്രശ്നം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഒന്ന് തന്നെയാണ്. ഇറാഖിലെ കുർദുകൾക്ക് ഇപ്പോൾ സ്വന്തമായി പ്രാദേശിക സർക്കാരും പാർലമെന്റും ഉണ്ട് എങ്കിലും ഒരു സ്വതന്ത്ര രാജ്യം എന്ന പ്രഖ്യാപനം നടത്താൻ അവർക്കും സാധിച്ചിട്ടില്ല. കാരണം കുർദുകൾക്ക് ഒരു രാജ്യം ഉണ്ടാകുന്നത് തങ്ങളുടെ അതിർത്തികളെ ബാധിക്കുമെന്ന് ഭയന്ന് തുർക്കിയും ഇറാനും സിറിയയും അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. 4 രാജ്യങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഈ 4 കോടി ജനങ്ങൾ ഇന്നും സ്വന്തം മണ്ണിൽ അന്യരായിട്ടാണ് കഴിയുന്നത്. കുർദുകളുടെ ചരിത്രം അതിജീവനത്തിന് വലിയൊരു പാഠപുസ്തകമാണെന്ന് പറയാം. ലോകം മുഴുവൻ അതിരുകൾ വരച്ച് രാജ്യങ്ങൾ സ്ഥാപിച്ചപ്പോഴും സ്വന്തമായ ഒരു പതാകയും സ്വപ്നവും നെഞ്ചിലേറ്റി ഭൂപടത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നവരാണവർ. വൻ ശക്തികളുടെ രാഷ്ട്രീയ കളികൾക്കിടയിൽ ഇനിയൊരു സ്വാതന്ത്ര്യം അവർക്ക് സാധ്യമാണോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയും ചെയ്യുന്നു. എങ്കിലും എത്രയൊക്കെ അടിച്ചമർത്തപ്പെട്ടാലും സ്വന്തം സ്വത്വവും മണ്ണും വീണ്ടെടുക്കാനുള്ള കുർദുകളുടെ പോരാട്ടം ഹിമാലയത്തെ പോലെ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും മിഡിൽ ഈസ്റ്റിലെ സമവാക്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ കുർദുകൾക്ക് മാത്രമായി ഒരു സ്വതന്ത്ര കുർദിസ്ഥാൻ രൂപപ്പെടുക എന്നത് വരും ഭാവിയിൽ വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് നോക്കിക്കാണാൻ കഴിയുന്നത്. ഒരു സ്വതന്ത്ര കുർദിസ്ഥാൻ രൂപപ്പെടണമെങ്കിൽ തുർക്കി, ഇറാഖ്, സിറിയ, ഇറാൻ എന്നീ 4 രാജ്യങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്ന കർശന നിലപാടിലാണ് ഈ 4 രാജ്യങ്ങളും നിലവിലുള്ളത്. പ്രത്യേകിച്ച് ശക്തമായ സൈനിക ശേഷിയുള്ള തുർക്കി കുർദ് മേഖല സ്വതന്ത്രമാകുന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയായിട്ടാണ് നോക്കിക്കാണുന്നത്. 2017 ഇറാഖിലെ കുർദുകൾ സ്വാതന്ത്ര്യത്തിനായി ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിഭാഗം ജനങ്ങളും അനുകൂലിച്ചുവെങ്കിലും ഇറാഖ് സർക്കാരും ഇറാനും തുർക്കിയും ചേർന്ന് സാമ്പത്തിക സൈനിക ഉപരോധങ്ങളിലൂടെ അതിനെ അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയും റഷ്യയും ഉൾപ്പെടുന്ന വൻ ശക്തികൾ പലപ്പോഴും തങ്ങളുടെ രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കുർദുകളെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. IS-നെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിരുന്നു കുർദുകൾ എന്ന കഥ ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ആ ഭീഷണി ഒഴിഞ്ഞപ്പോൾ തുർക്കിയെ പോലുള്ള ഒരു നാറ്റോ സഖ്യകക്ഷിയെ പിണക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അമേരിക്ക കുർദുകളെ പൂർണ്ണമായും കൈവിടിഞ്ഞു. വൻ ശക്തികളുടെ ഈ ഭൂരാഷ്ട്രതന്ത്രം തുടരുന്നിടത്തോളം കാലം കുർദുകൾക്ക് അന്താരാഷ്ട്ര പിന്തുണയോടെ ഒരു രാജ്യം സ്ഥാപിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. 4 കോടിയോളം വരുന്ന കുർദ് ജനത ഒരൊറ്റ നേതൃത്വത്തിന് കീഴിലല്ല അണിനിരക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ കുർദ് സംഘടനകൾ തമ്മിൽ പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും വലിയ ഭിന്നതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിച്ചു കൂടുക എന്നത് പ്രയാസമാണ്. ഉദാഹരണത്തിന് ഇറാഖിലെ കുർദിസ്ഥാൻ റീജിയണൽ ഗവൺമെന്റും തുർക്കിയിലെ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയും തമ്മിൽ പല വിഷയങ്ങളിലും തർക്കങ്ങളുണ്ട്. ഒരു പൊതു നേതൃത്വത്തിന്റെ കുറവ് അവരുടെ പോരാട്ടത്തിന്റെ വീര്യം കുറയ്ക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു സ്വതന്ത്ര രാജ്യം എന്ന സ്വപ്നം പെട്ടെന്ന് യാഥാർത്ഥ്യമായിട്ടില്ല എങ്കിലും പൂർണ്ണമായും അടിച്ചമർത്തപ്പെടാത്ത ചില സ്വയംഭരണ മേഖലകൾ നിലനിർത്താൻ കുർദുകൾക്ക് സാധിച്ചേക്കും. നിലവിൽ ഇറാഖിന്റെ വടക്കൻ മേഖലയിൽ കുർദുകൾക്ക് സ്വന്തമായി സൈന്യവും ഭരണ സംവിധാനവുമുള്ള ശക്തമായ ഒരു സ്വയംഭരണ പ്രദേശമുണ്ട്. അതുപോലെ സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്കുകിഴക്കൻ സിറിയയിലും അവർ ഒരു പരിധിവരെ സ്വയംഭരണം നടത്തി വരുന്നു. ഭാവിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ഒരു രാജ്യം പ്രഖ്യാപിക്കുന്നതിനേക്കാൾ ഈ രാജ്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി സ്വയംഭരണാവകാശങ്ങളും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും നേടിയെടുക്കുക എന്നതായിരിക്കും കുർദുകൾക്ക് മുന്നിലുള്ള പ്രായോഗികമായ വഴി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വശത്ത് കടുത്ത പ്രതിസന്ധികൾ ഉണ്ട് എങ്കിലും സ്വന്തം ഭാഷയും സംസ്കാരവും സൈനിക വീര്യവും കാത്തു സൂക്ഷിക്കുന്ന ഈ ജനതയെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അത്ര എളുപ്പം തുടച്ചു നീക്കാൻ ആർക്കും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് കുർദുകളെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? പാവം ജനത അല്ലേ? അവർക്ക് സ്വന്തമായ സംസ്കാരവും ഭാഷയും ഒക്കെ ഉണ്ട്, എന്നാൽ ഒരു രാജ്യമില്ല. അവർ ചിന്നിച്ചിതറി കിടക്കുന്ന 4 രാജ്യങ്ങളാണുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.